ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അതിശയത്തെക്കുറിച്ചാണ്. കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ സിമ്പിളായി വിളിക്കുന്ന AI. മനുഷ്യരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സാങ്കേതിക അത്ഭുതം എന്താണെന്ന് മനസ്സിലാക്കാനും അത് നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാനും നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. AI ഒരു പദവിയല്ല, ഇത് വിവിധ സാങ്കേതിക വിദ്യകളുടെയും രീതികളുടെയും സമാഹാരമാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഡാറ്റ ശേഖരണം, പ്രോസസ്സിംഗ്, അൽഗോരിതം, ആശയങ്ങൾ, ന്യൂറൽ നെറ്റ്വർക്കുകൾ, മിഷൻ ലിസണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ വഴികളിലൂടെയാണ്. മെഷീനുകൾക്ക് ലഭ്യമായ ഡാറ്റ വിശദീകരിക്കാൻ, അനുമാനങ്ങൾ നടത്താൻ, പുതിയ ആശയങ്ങൾ പഠിക്കാൻ എന്നിവയിലൂടെയാണ് AI വികസിക്കുന്നത്. AIക്ക് പ്രധാനമായും 3 വിഭാഗങ്ങളാണുള്ളത്: ന്യൂറോ AI, ജനറൽ AI, സൂപ്പർ AI. ന്യൂറോ AI എന്നാൽ പ്രത്യേക ഒരു പ്രവർത്തനത്തിൽ മാത്രം അധികൃതമാണ്. ഉദാഹരണത്തിന് സ്വരമാറ്റം തിരിച്ചറിയൽ, മുഖം തിരിച്ചറിയൽ, ഭാഷാ പരിഭാഷ തുടങ്ങിയവ. എന്നാൽ ജനറൽ AI എന്നത് മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും അനുകരിക്കാൻ കഴിവുള്ള സാങ്കേതിക വിദ്യയാണ്. ഇപ്പോൾ ഗവേഷണാധീനമാണ്. മൂന്നാമത്തേതാണ് സൂപ്പർ AI. മനുഷ്യബുദ്ധിയേക്കാൾ മികവുള്ള AI. ഭാവിയിൽ മാത്രമേ ഇതിൻ്റെ സാധ്യതയുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ വോയിസ് അസിസ്റ്റൻറ്റുകൾ, സിറി, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ, അതുപോലെ ഉപഭോക്തൃ സേവനത്തിനായുള്ള ചാറ്റ് ബോട്ടുകൾ, വീടുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് സ്മാർട്ട് സിസ്റ്റങ്ങൾ, വ്യാപാര വ്യവസായ മേഖലയിൽ ഡാറ്റ അനലിറ്റിക്സ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, എന്നാൽ ബാങ്കിംഗ് സെക്ടറിൽ ഫിൻടെക് സൊല്യൂഷൻസുകൾ, ആരോഗ്യമേഖലയിലെ രോഗനിർണയത്തിന് ചികിത്സാ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ, കൂടാതെ മനോരഞ്ജന മേഖലയിൽ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ പ്രൈം എന്നിവയിൽ ഉള്ള ശുപാർശയുള്ള കണ്ടന്റുകൾ, സ്വയം ഓടുന്ന വാഹനങ്ങൾക്ക് എല്ലാം നമ്മൾ AIയുടെ ഉപയോഗം തേടുന്നു. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമെങ്കിലും AIക്ക് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു, മനുഷ്യശ്രമങ്ങൾ കുറയുന്നു, പുതിയ നിർമ്മാണ സാങ്കേതിക വിദ്യകൾ പ്രാപ്തമാക്കുന്നു. ദോഷങ്ങളും വളരെയേറെയാണ്. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതും സ്വകാര്യത സംബന്ധിച്ച ആശങ്കകളും എല്ലാം AIയുടെ ദോഷങ്ങളാണ്. ഭാവിയിൽ AI നമ്മെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, പരിസ്ഥിതി സംരക്ഷണം, പേടക യാത്രകൾ തുടങ്ങി എല്ലാ മേഖലകളിലും AI നിർണായകമാകും. അതേസമയം നൈതികതയും നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നതും പ്രധാനമാണ്. AI ഒരു കലാപരമായ അറിവും മനുഷ്യർക്ക് പിന്തുണയുമാണ്. ഇത് നമ്മുടെ ഭാവി സാങ്കേതിക വിദ്യയെ മാറ്റുന്ന ഒരു സവിശേഷ പരീക്ഷണ പഠനമായി മാറുമ്പോൾ അത് നല്ലതിലേക്കോ ചീത്തതിലേക്കോ മാറ്റണമെന്നത് മനുഷ്യരുടെ പക്വതയും ഉത്തരവാദിത്വവും ആശ്രയിച്ചിരിക്കുന്നു.